ഓക്കെ, ദെൻ നമ്മളിന്ന് മിനിമൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. മിനിമൈസേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ യൂസിങ് ബൂളിയൻ ഓൾജിബ്ര. അപ്പോൾ നമ്മൾ ഈ ലോസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ലോസ് എല്ലാം പഠിച്ചതിന് വേണ്ടിയിട്ടാണ് ഈ ബൂളിയൻ ഓൾജിബ്ര മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സ്പ്രഷൻ കിട്ടി, അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളിത് നോക്കാം. സിംപ്ലിഫൈ എ ബാർ ബി പ്ലസ് എ ബി പ്ലസ് എ ബാർ ബി. എനിക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ എക്സ്പ്രഷൻ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എന്താക്കി മാറ്റിയേക്കുക, എ ബാർ ബി എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് ആരെങ്കിലും പുറത്തെടുക്കാൻ പറ്റുമോ നോക്കുക. കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുമോ നോക്കി. ഏതിനകത്ത് നോക്കിക്കേ, എ ബാർ ബി പ്ലസ് എ ബി പ്ലസ് എ ബാർ ബി ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എ ബാറിനെ പുറത്തെടുക്കാം. എ ബാറിനെ പുറത്തെടുക്കുകയാണെങ്കിൽ ബി പ്ലസ് ബി ബാർ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി പ്ലസ് ബി ബാർ എന്താ, 1 ആണ്. അപ്പോൾ ബി പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞിട്ട് എമേ പോയി. അപ്പോൾ അതെന്തായി മാറി, 1 ആയി മാറി. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആരെ പുറത്തെടുക്കാം, ബീനെ വേണം കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ എ പ്ലസ് എ ബാറായി. അപ്പോൾ എയും എ ബാർ എന്നുള്ള ടേം അങ്ങ് പോവും അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇപ്പം ബി രണ്ടിനകത്തും ബി കോമണാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്ക്, ഇവിടെ ഞാനിപ്പോൾ ബീനെ പുറത്തെടുത്തു. ഇപ്പോൾ എ പ്ലസ് എ ബാറെ, ബാക്കി മിച്ചം എ ബാർ എ പ്ലസ് എ ബാർ ഇൻറ്റു ബി ബാറായി. അപ്പോൾ നോക്കിക്കേ, ഈ എ പ്ലസ് എ ബാർ എന്തായി പോയി, എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ 1 ആയിപ്പോയി. പിന്നെ ബി ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ ബി പ്ലസ് എ ബാർ ബി ബാർ എന്നായി. നിങ്ങളിവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ പകുതി മാർക്കേ കിട്ടത്തുള്ളൂ, 1 മാർക്ക് വരെ കിട്ടത്തുള്ളൂ. നോക്കി, ഇതിനെ എഗെയിൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ലോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. നമ്മൾ ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു ലോ പഠിച്ചിട്ടില്ലേ, നമ്മുടെ റിഡണ്ടൻ്റ് ലിറ്ററൽ റൂൾ എന്ന് പറഞ്ഞ റൂൾ എന്താ, എ പ്ലസ് എ ബാർ ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ് റൂൾ പഠിച്ചായിരുന്നു. എ പ്ലസ് എ ഒരു ടേം, അതിൻ്റെ കോംപ്ലിമെൻ്ററി ഇൻറ്റു വേറൊരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ആണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ രീതിയിലല്ലേ, ഒരു ടേം അതിൻ്റെ കോംപ്ലിമെൻ്ററി ഇൻറ്റു വേറെ ടേം, ആ ഫോമിൽ തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, ബി ആണ് കിടക്കുന്നത്. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്, ഇവിടെ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ആരാ കിടക്കുന്നത്, എ ബാറാണ് അല്ലേ. ഒന്നുകൂടെ പറയാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ എന്താ, എ പ്ലസ് എ ബാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ആണെന്നൊരു റൂളുണ്ട്. ഇവിടെ നോക്കി, നമ്മുടെ ഇക്വേഷൻ ഇതല്ലേ. അപ്പോൾ ബി പ്ലസ് ബി ബാർ ഇൻറ്റു എ ബാർ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലേ. അതായത് ഒരു ടേമിൻ്റെ കോംപ്ലിമെൻറ്റ്, ഇവിടെ ബിയും ബിയുടെ കോംപ്ലിമെൻറ്റ് നമ്മുടെ എക്സ്പ്രഷനകത്തുണ്ട്. പിന്നെ വേറൊരു ടേം, ഇവിടെ വേറൊരു ടേമിൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, എ ബാർ. അപ്പോൾ അതിന് എന്താണെന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ എയുടെ സ്ഥാനത്ത് നമുക്ക് ആരാ കിടക്കുന്നത്, ബി ആണ്. അപ്പോൾ ബി പ്ലസ് അടുത്തത് ബി, നമുക്കിവിടെ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ആരാ കിടക്കുന്നത്, എ ബാർ അല്ലേ. അപ്പം എ ബാർ എ പ്ലസ് ബിന്ന് ആൻസർ എഴുതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനാണ്, പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് ബി സി പ്ലസ് ബി സി എ ബി പ്ലസ് സി എന്ന് പ്രൂവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, ആരെയൊക്കെ പുറത്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കാൻ പറ്റുന്നത്, ഇതിനകത്ത് രണ്ടിനകത്തും ബി ഉണ്ടല്ലോ, എന്നാൽ ബീനെ പുറത്തെടുക്കാൻ പിന്നെ എ പ്ലസ് സി, നമുക്ക് ഒരു സിംപ്ലിഫൈ ചെയ്യണമൊന്നുമില്ല. ആ സാർ നിങ്ങൾ നോക്കി, ഇത് രണ്ടും നോക്കിക്കേ. സീനെ പുറത്തെടുത്ത് എന്ത് കിട്ടും, ബി പ്ലസ് ബി ബാർ കിട്ടും. അപ്പോൾ ബി പ്ലസ് ബി ബാർ എന്നുള്ള ടൈം എന്തായി പൊക്കോളും, 1 ആയി പൊക്കോളും. അപ്പോൾ അത് ക്യാൻസലായിപ്പോയി. ബാക്കി ഇനി മിച്ചം ആരേ ഉള്ളൂ, അപ്പം എ ബി പ്ലസ് സി. അവിടെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നമ്മുടെ റൂൾസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ റൂൾസ് ഇതിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ പ്ലസ് എ ഇൻറ്റു ബി ബാർ പ്ലസ് എ ബാർ ഇൻറ്റു ബി, അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുക. നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രണ്ടിനകത്ത് എ ഉണ്ട്, വേണം എനിക്ക് എനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലേ. പിന്നെ എന്നാ മിച്ചമുള്ളത്, 1 പ്ലസ് ബി ബാർ പ്ലസ് എ ബാർ ബി അല്ലേ മിച്ചമുള്ളത്. 1 പ്ലസ് ബി ബാർ എന്തായി പൊക്കോളും, 1 ആയി പൊക്കോളല്ലേ. പിന്നെ ഇനി എന്നാ മിച്ചമുള്ളത്, എ പ്ലസ് എ ബാർ ബി എന്നല്ലേ മിച്ചമുള്ളത്. അങ്ങനെ മിച്ചമുണ്ട് എ പ്ലസ് എ ബാർ ബി. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഒരു ടേം അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞുള്ളൂ, ഒരു ടേം റിഡണ്ടൻ്റ് ലിറ്ററൽ റൂൾ എന്താ, ഒരു ടേമും അതിൻ്റെ കോംപ്ലിമെൻറ്റും വേറെ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി അല്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിഡണ്ടൻ്റ് ലിറ്ററൽ റൂൾ അപ്ലൈ ചെയ്യാം. ആ റൂൾ അപ്ലൈ ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് കിട്ടും.